ആരോഗ്യജാലകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യജാലകത്തിലെ വിഷയം മഴക്കാല രോഗങ്ങൾ. മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാൻ എത്തുന്നത് പിഗദാസ് ഹോസ്പിറ്റലിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഭാഗ്യലക്ഷ്മി. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, മഴക്കാലത്ത് കൂടുതൽ രോഗങ്ങൾ പടരുന്നതിൻ്റെ കാരണം എന്താണ്? മഴക്കാലത്ത് കൂടുതലായി രോഗങ്ങൾ പടർന്നു പിടിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, മഴക്കാലത്ത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും അതിനകത്ത് കൊതുകുകൾ ധാരാളം മുട്ടയിട്ട് വളർന്നു പകരാനുള്ള സാഹചര്യമുള്ളത് കൊതുകുജന്യ രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായി കണ്ടുപിടിക്കുന്നു. പിന്നെ രണ്ടാമതായി നമുക്കറിയാം, ഈ മഴക്കാലത്ത് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുന്നത് മൂലം വയറിളക്ക രോഗങ്ങൾ കൂടുതലായി മഴക്കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എലിമൂത്രം ഒക്കെ മലിനപ്പെട്ട് അതുപോലെ തന്നെ എലിമൂത്രങ്ങളാൽ മലിനപ്പെട്ട ജലങ്ങളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എലിപ്പനി വരാനുള്ള ചാൻസ് മഴക്കാലത്ത് കൂടുതലാണ്. പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഈ കാലാവസ്ഥ വ്യതിയാനം കാരണം കൂടുതലായി മഴക്കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മാഡം, കുടിവെള്ളത്തിലൂടെ കൂടുതൽ രോഗങ്ങൾ പകരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജലജന്യ രോഗങ്ങളായിട്ടുള്ളത് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രോഗങ്ങൾ? ഈ ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, വെള്ളം തിളപ്പിച്ചാറ്റി മാത്രം കുടിക്കുക. വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. അതായത് ഒരു 5 മിനിറ്റ് പോലും വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുകയും ആ വെള്ളം നമ്മൾ പിന്നെ ഒരു വൃത്തിയുള്ള പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കുകയും ചെയ്യുക. പിന്നെ ഈ തിളപ്പിച്ച വെള്ളവുമായിട്ട് മറ്റ് തണുത്ത വെള്ളം നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന പ്രവണത നല്ലതല്ല. കാരണം അത് ഈ വെള്ളം പിന്നെയും മലിനപ്പെടാൻ ചാൻസ് ഉണ്ടാകും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണ കാര്യത്തിലുള്ള ശ്രദ്ധയാണ്. അതായത് ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം അടച്ചു സൂക്ഷിക്കുക. നന്നായി പാകം ചെയ്തതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ പാകം ചെയ്യുന്നതിന് മുമ്പും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അതുപോലെ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. പിന്നെ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിക്കാനും ശ്രദ്ധിക്കണം. ഡോക്ടർ, അതുപോലെ മഴക്കാലത്ത് നമുക്ക് ശ്വാസ സംബന്ധമായ രോഗങ്ങൾ, അതുപോലത്തെ തൊലിപ്പൊരുത്ത് കാണുന്ന രോഗങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? മഴക്കാലത്ത് ഈർപ്പത്തിൻ്റെ കാലാവസ്ഥ വ്യതിയാനവും കാരണമാണ് ഈ ശ്വാസ സംബന്ധമായ അസുഖങ്ങളും അലർജികളും ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അലർജി അല്ലെങ്കിൽ ആസ്മയുള്ളവർ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി എടുക്കുക, സ്വന്തമായി ഇൻഹേലർ നിർത്താതെ ഇരിക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു എപ്പിസോഡ് വരുമ്പോൾ നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് അത് റിലീവ് ആകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായി ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു, നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുകയും ചെയ്യുക. അതുപോലെ ഒന്നാണ്, നമുക്ക് ഈ മഴക്കാലത്ത് സ്കിൻ ഇൻഫെക്ഷൻസ്, അതായത് നമ്മുടെ തൊടയെടുപ്പ്, കക്ഷം ആ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ മാറിൻ്റെ താഴ്ഭാഗത്തൊക്കെ ധാരാളമായി സ്കിൻ ഇൻഫെക്ഷൻസ് കാണാം. അതുപോലെ കൈവിരലിലും കാലിൻ്റെ ഒക്കെ ഇടയിലും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ദേഹം തൂട്ടി ഉണക്കി തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. മഴ നനഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ തുണികൾ അപ്പം തന്നെ നമ്മൾ മാറ്റി ഉണങ്ങിയ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. അതുപോലെ എന്തെങ്കിലും ചൊറിച്ചിലോ പാടോ കാണുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചികിത്സിക്കാതെ കൃത്യമായി വൈദ്യസഹായം ചെയ്യുകയും. നവജാത ശിശുക്കൾ, കുട്ടികൾ, അതുപോലെ വയോജനങ്ങൾ, ഇവരിലെ എങ്ങനെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അവരെങ്ങനെ ബാധിക്കുന്നത്, അതെങ്ങനെ നമ്മൾ ശ്രദ്ധിക്കും? കുട്ടികൾക്ക്, അതായത് ജനിച്ച കുട്ടികൾക്ക് നമുക്ക് ഈ ടെമ്പറേച്ചർ റെഗുലേഷൻ അഡൽട്സിൻ്റെ അത്രയും പ്രോപ്പർ ആയിരിക്കത്തില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കൃത്യമായ അവരെ നമ്മൾ കവർ ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള വസ്ത്രധാരണം അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് മുലപ്പാൽ. സോ കുട്ടികൾക്ക് 6 മാസം വരെ നല്ല കറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക. അതിനുശേഷം 6 മാസത്തിന് ശേഷം നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡ് എടുക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാക്സിനേഷൻ. നമുക്ക് കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള വാക്സിൻ കറക്റ്റ് സമയത്ത് തന്നെ എടുക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികൾക്കും പ്രായമായവർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രമേഹം പോലുള്ള അസുഖമുള്ളവർക്ക് പനി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ അത് നമ്മൾ കൃത്യസമയത്ത് തന്നെ ചികിത്സ നേടുകയും വേണം. മാഡം, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നവർ മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ജീവിതശൈലി രോഗമുള്ളവരുടെ ആ ഒരു എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നാണ് പ്രമേഹം. സോ പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അവരുടെ ഗ്ലൂക്കോസ്, ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി അത് കൺട്രോൾ ചെയ്ത് വെക്കുക. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് മരുന്നും ഇൻസുലിൻ അത് പ്രോപ്പറായിട്ട് എടുക്കുക. അതുപോലെ തന്നെ പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, എല്ലാ ദിവസവും അവരുടെ കയ്യിലോ കാലിലോ എന്തെങ്കിലും മുറിവുണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ മുറിവുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചികിത്സ തേടുകയും വേണം. അതുപോലെ നമുക്ക് ഏറെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് നിർത്താതെ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയും കറക്റ്റായിട്ട് ഫോളോ അപ്പിന് പോവുകയും പനി പോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ കൃത്യമായ സമയത്ത് ചികിത്സ എടുക്കുകയും വേണം. പലതരം പനികൾ വരുന്നൊരു കാലമാണ് മഴക്കാലം.
അപ്പോൾ ഏതൊക്കെ തരം പനികളാണ്? എല്ലാ പനികൾക്കും നമ്മൾ ഒരു മരുന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മഴക്കാലത്ത് കൊതുകുജന്യ രോഗങ്ങൾ, അതായത് ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, പിന്നെ മറ്റേ എലിപ്പനി, ഇങ്ങനെ പലതരം, അല്ലെങ്കിൽ വൈറൽ ഫീവർ ഒക്കെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന് എല്ലാത്തിനും ഒരേ മരുന്നല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് ബാക്ടീരിയ മൂലമുള്ള പനികൾക്ക് മാത്രമാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യേണ്ടത്. ബാക്കി പനികൾക്ക് നമ്മൾ ആ ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്, അതായത് പനി കുറയ്ക്കാനുള്ള ആൻറ്റിബയോട്ടിക്സ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്സും, അല്ലെങ്കിൽ ചില വൈറൽ പനിക്ക്, ഇൻഫ്ലുവൻസയ്ക്ക് നമ്മൾ ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്ന ഒന്നാണ് ഡെങ്കിപ്പനി. ആ ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നത് ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ്. സോ അതിന് മെയിനായിട്ട് ഡെങ്കിപ്പനിക്ക് കാണുന്ന സിംറ്റംസ് എന്ന് വെച്ചാൽ ശക്തമായ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, സന്ധിവേദന ഉണ്ട്, പേശിവേദന ഉണ്ടാവും, കണ്ണിൻ്റെ പിറകിലുള്ള വേദന, പിന്നെ ചില സന്ദർഭങ്ങളിൽ ശരീരത്ത് ചുവന്ന തടുത്ത പാടുകളും കാണപ്പെടാൻ പറ്റും. ഇത് മറ്റു ചില വൈറൽ പനികളിലും ഈ സിമിലർ സിംറ്റംസ് വരും. സോ കൃത്യമായ ഡോക്ടറുടെ പരിശോധനയും ലബോറട്ടറി ടെസ്റ്റും വെച്ച് മാത്രമേ നമുക്ക് ഡെങ്കിപ്പനി മറ്റു പനികളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഡെങ്കിപ്പനി പരത്തുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണെന്ന്. ഈ ഡെങ്കിപ്പനി തടയാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ കൊതുകുകളുടെ വളർച്ച ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകൾ പ്രധാനമായും മനുഷ്യവാസമുള്ള സ്ഥലത്താണ് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തുമുള്ള ചെറിയ അളവ് വെള്ളത്തിൽ പോലും ഈ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നു. നമ്മൾ യൂഷ്വലി കാണപ്പെടുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചിരട്ട, മുട്ടത്തോട്, കുപ്പികൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഇവയിലൊക്കെ ഈ കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നു. അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്ത് നമ്മുടെ ടെറസ് ഒന്നും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല, ഓവുകളിലെ കരിയിലുകളൊന്നും നീക്കം ചെയ്തില്ലെങ്കിൽ വെള്ളം ഒഴുകാതെ ആ വെള്ളം കെട്ടിക്കിടന്ന് അവിടെയും ഈ കൊതുക് വളരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മുകളിലെ ഓവർഹെഡ് ടാങ്ക്സ്, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടാങ്കിൽ മൂടിയില്ലെങ്കിൽ അത് ഒരു കൊതുക് വളരുന്ന ഒരു സോഴ്സായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇൻഡോർ പ്ലാന്റ്സ്. സോ ഈ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ വെള്ളത്തിൽ വളർത്തുന്നുണ്ട്. സോ ആ വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് വളരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാന്റിൻ്റെ ആ ചെടിച്ചട്ടി വെക്കുന്ന ട്രേ ഉണ്ട്, ആ ട്രേക്കുള്ള വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് വളരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കൊതുക് നശീകരണം അല്ലെങ്കിൽ ഡെങ്കിപ്പനി തടയലെന്ന് പറയുന്നത് ആരോഗ്യവകുപ്പിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്വമല്ല. നമ്മുടെ ഓരോ പൗരൻ്റെയും അല്ലെങ്കിൽ ഓരോ ഫാമിലിയുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ വീടും പരിസരവും ശുദ്ധിയാക്കി വെക്കുക എന്നുള്ളത്. ആ ഒരു ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഡ്രൈ ഡേ ഒബ്സർവൻസ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മൾ ആഴ്ചയിൽ ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് നമ്മുടെ വീടും പരിസരവും ഒന്ന് നോക്കുക, എന്തെങ്കിലും കൊതുക് വളരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലെന്ന്. ഈ ഡ്രൈ ഡേ ഒബ്സർവൻസ് എന്ന് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളിലും, എല്ലാ ശനിയാഴ്ചകളിലും ഓഫീസുകളിലെ സ്ഥാപനങ്ങളിലും, എല്ലാ സൺഡേസിലും വീടുകളിലും നമ്മളൊരു 10 മിനിറ്റ് എടുത്ത് അതിന് ചുറ്റും എന്തെങ്കിലും കൊതുക് വളരാനുള്ള സാധ്യതയുണ്ടോ, എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ നമ്മൾ ഇല്ലാണ്ടാക്കുക. കാരണം ഡെങ്കിപ്പനി തടയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് ഉറവിട നശീകരണം തന്നെയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഈഡിസ് വിഭാഗത്തിൽ വരുന്ന കൊതുക് നമ്മളെ യൂഷ്വലി പകൽ സമയങ്ങളിലാണ് കടിക്കുന്നത്. സോ നമ്മൾ പകൽ പുറത്ത് പോകുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, അതായത് നമ്മുടെ ഫുൾ സ്ലീവ് ഡ്രസ്സ് അതൊക്കെ ധരിക്കാം, അല്ലെങ്കിൽ മോസ്കിറ്റോ റിപ്പല്ലൻസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ കതകും ജനലും ഒക്കെ അടച്ചിടുക. രാത്രി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കൊതുകടി ഏൽക്കാതിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൊതുക് നെറ്റ്, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കൊതുകടി ഏൽക്കാതിരിക്കാൻ മോസ്കിറ്റോ നെറ്റ്സ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഡോർസും വിൻഡോസും ഒക്കെ നമ്മൾ മോസ്കിറ്റോ കയറാതിരിക്കാൻ സ്ക്രീൻ ചെയ്യുന്നത് കൊതുകടി ഏൽക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായി നമ്മുടെ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖമാണ് എലിപ്പനി. രോഗബാധിതരായ എലികൾ മറ്റ് വളർത്തുമൃഗങ്ങളുടെ മൂത്രത്തിൽ നിന്നും ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഓർഗാനിസം ഈ വെള്ളത്തിൽ കണ്ടാമിനേറ്റഡ് ആവുന്നു. നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത് മൂലം ഈ ഓർഗാനിസം നമ്മുടെ ദേഹത്ത് പ്രവേശിക്കുകയും എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് തടയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, മാക്സിമം നമ്മൾ ഈ ചെളിയിലും അല്ലെങ്കിൽ മലിനമായ ജലങ്ങളിലും ഇറങ്ങാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ നമ്മൾ കയ്യുറകളും കാലുറകളും യൂസ് ചെയ്യുക. പിന്നെ ഈ ചെളിവെള്ളത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു കയറുന്ന സമയം തന്നെ നമ്മുടെ കൈയും കാലും നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൃത്യമായി കഴുകുക. എന്തെങ്കിലും മുറിവുകളുണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യുക. എന്തെങ്കിലും മുറിവുകളുള്ള സമയത്ത് നമ്മൾ ഈ ചെളിവെള്ളത്തിൽ ഇറങ്ങുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം. ഇനി മുറിവുള്ളപ്പോൾ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ കൈയുറകളും കാലുറകളും ഉപയോഗിക്കുകയും തിരിച്ചു വന്ന ആ വുണ്ട് ക്ലീൻ ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള ആ വുണ്ടിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. പിന്നെ നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത് ചില
തൊഴിൽ സാഹചര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഓട വൃത്തിയാക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ തൊഴിലുറപ്പിന് പോകുന്നവർ, ഫാമേഴ്സ്, അവർക്കൊക്കെ ഈ ഒരു വെള്ളമായിട്ട് നിരന്തരം ഒരു കോണ്ടാക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്നതാണ് ഡോക്സിസൈക്ലിൻ. ഈ ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ പ്രതിരോധ ഗുളിക നമ്മൾ ഒരിക്കലും സ്വയം എടുക്കേണ്ട ഒന്നല്ല. ആരോഗ്യ പ്രവർത്തകരുടെയോ ഡോക്ടറുടെയോ കൺസൾട്ടേഷൻ നിർദ്ദേശപ്രകാരം മാത്രം നമ്മുടെ വയസ്സ്, നമ്മുടെ കോമോർബിഡിറ്റി സ്റ്റാറ്റസ്, നമ്മുടെ പ്രഗ്നൻസി സ്റ്റാറ്റസ് ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡോക്സിസൈക്ലിൻ എന്ന ഗുളിക എടുക്കേണ്ടത്. മഴ നനഞ്ഞാൽ പനി വരും എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ശരിയാണ്? മഴ നനയുന്നത് കൊണ്ടല്ല പനി വരുന്നത്. എപ്പോഴും അത് ചില ഓർഗാനിസം, ബാക്ടീരിയ, വൈറസ് ഇവരുടെയൊക്കെ പ്രസൻസ് മൂലമാണ് നമ്മൾ ഈ കൂടുതലായിട്ട് മഴക്കാലത്ത് പനി കണ്ടുവരുന്നത്. എല്ലാ പനിക്കും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നത്? ഇല്ല, അത് ഒരിക്കലും എല്ലാ പനിയും ആൻറ്റിബയോട്ടിക് വേണ്ടതല്ല. ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസസിന് മാത്രമാണ് ആൻറ്റിബയോട്ടിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി നമ്മൾ മിക്കവാറും നമ്മൾ കണ്ടുവരുന്നത് വൈറൽ പനികളാണ്. സോ അതിന് നമ്മൾ അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക് എടുത്താൽ നമുക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നൊരു രീതിയിലേക്ക് എത്തും. അതായത് അനാവശ്യമായി നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്ത് നമുക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നൊരു തലത്തിലേക്ക് എത്തും. അതായത് നമുക്കൊരു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ മരുന്നെടുക്കുമ്പോൾ അത് നമ്മുടെ ദേഹത്ത് പ്രവർത്തിക്കാതെ വരുന്നൊരു അവസ്ഥയാണ്. എപ്പോഴും ആലോചിക്കുക, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആളുകൾ നിർദ്ദേശിക്കുന്ന ദിവസം അത്രയും ദിവസം വേണം നമ്മൾ ആൻറ്റിബയോട്ടിക് ചികിത്സ എടുക്കാനായിട്ട്. മാഡം, പനി വന്നാൽ സ്വയം ചികിത്സ എന്നൊരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. അത് എത്രത്തോളം അപകടകരമാണ്? പനി എന്നതൊരു ലക്ഷണം മാത്രമാണ്. സോ ഇതിൻ്റെ പിറകിൽ മറ്റു പല അസുഖങ്ങളും ഉണ്ടാവാം. സോ നമ്മൾ ആ അസുഖം കൃത്യമായി ഡയഗ്നോസിസ് ചെയ്ത് വേണം അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡെങ്കിപ്പനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെങ്കിപ്പനി വരുമ്പോൾ ആസ്പിരിൻ പോലെയുള്ള ഗുളികൾ സ്വന്തമായി മേടിച്ച് കഴിക്കുന്നത് ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മറ്റ് ആ രോഗം വളരെ മൂർച്ചപ്പെടാനായിട്ടും അടുത്ത കോംപ്ലിക്കേഷൻസ് വരാനായിട്ടുമുള്ള ചാൻസ് വളരെയധികം വർദ്ധിപ്പിക്കും. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്? നമ്മളൊന്ന് പറഞ്ഞത് ഭക്ഷണ ശുചിത്വം, അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണങ്ങൾ ചൂട് ഭക്ഷണങ്ങളിൽ ഇപ്പം നന്നായി പാകം ചെയ്ത ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴുകി മാത്രം ഉപയോഗിക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ചെയ്യുന്ന ധാരാളം പഴങ്ങൾ, പച്ചക്കറികൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഇറച്ചിയും മുട്ട, മത്സ്യം ഇവയൊക്കെ ഭക്ഷിക്കുക. ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് കൃത്യമായ ഉറക്കം, വ്യായാമം, വ്യക്തി ശുചിത്വം, പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻ. ഇവയെല്ലാം കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. ഈ ഒരു മഴക്കാലത്ത് ഓരോ കുടുംബങ്ങളും പാലിക്കേണ്ട 5 ആരോഗ്യശീലങ്ങളിലേക്കാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. രണ്ടാമതായി, നമ്മുടെ വീടിനും പരിസരത്തും ഒന്നും കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാണ്ടാക്കുക. മൂന്നാമതായി, വ്യക്തി ശുചിത്വം. ഞാൻ പറഞ്ഞു, നമ്മൾ ബാത്റൂമിൽ പോയതിനു ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, പാകം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് കഴിവതും നമ്മൾ മലിനജലവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. അതുപോലെ ലക്ഷണങ്ങൾ, പനി പോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ അല്ലാതെ എത്രയും വേഗം ഒരു ആരോഗ്യ സ്ഥാപനത്തിൽ പോയി ചികിത്സ നൽകുക. ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളുടെ ആരോഗ്യമായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിന്റെ സ്ഥാപകനായ ഡോക്ടർ PK ദാസ് സാറിന്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വാണിയംകുളത്തും തിരുവില്ലാമലയിലും വേങ്ങശ്ശേരിയിലുമെല്ലാം PK ദാസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഓരോരോ ആരോഗ്യ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും PK ദാസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ഥാപനങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആരോഗ്യജാലകത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം.